വളച്ചൊടിച്ച് പറയാം. പക്ഷെ അതൊക്കെ ജീവിതത്തിൽ വരുമ്പോ എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. പക്ഷെ അത് കഴിയും. ആർക്കാണെന്നറിയോ? 7 ഗുണങ്ങളുള്ള ആളുകൾ, അഥവാ അള്ളാഹുവിനെ സർവ്വതും അള്ളാഹുവിലേക്ക് സമർപ്പിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്ക് 7 ഗുണങ്ങളുണ്ട്. ഈ 7 ഗുണങ്ങളുള്ള മനുഷ്യന്മാർ അവരെല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്നവരാണ്. അവരെല്ലാം എന്ന ചിന്തയിൽ കഴിഞ്ഞുകൂടുന്നവരാണ്. അങ്ങനെയുള്ളവരുടെ 7 അടയാളങ്ങൾ ഇമാം നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അടയാളം ഏതാണെന്നറിയോ? അല്ലാഹ് എന്ന ചിന്തയിൽ സർവവും സമർപ്പിച്ച ആളുകളുടെ ഒന്നാമത്തെ അടയാളം, അവർക്ക് മരണത്തോട് വെറുപ്പുണ്ടാവൂല. എങ്ങനെ? മരണത്തോട് വെറുപ്പുണ്ടാവൂല. ആർക്ക്? എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിച്ച മനുഷ്യന്മാർ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുകയാണെങ്കിലോ അവനെ കണ്ടുമുട്ടാൻ അല്ലാഹുവും ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹല്ലാഹു ലിഖാഅഹു. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടലിനെ വെറുക്കുകയാണെങ്കിൽ അവനെ കാണാൻ അല്ലാഹുവും വെറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റിരുന്ന്, സ്ത്രീകളെല്ലാവരോടും എഴുന്നേറ്റിരുന്നേ. അത്ര മതി. ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് നിർത്തും. നമ്മൾ തുടങ്ങാൻ കുറച്ച് താമസിച്ചത് കൊണ്ട് തന്നെ വയലൊക്കെ വേഗം നിർത്തും ഇൻഷാ അല്ലാഹ്. അപ്പൊ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട്, എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നതിന്റെ 7 അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളമാണ് മരണത്തോട് വെറുപ്പുണ്ടാവൂല. ഉഹുദ് യുദ്ധം നടക്കുന്ന നേരം സ്വഹാബികൾ ഇങ്ങനെ അണിയണിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ മഹാനായ സ്വഹാബി തന്റെ കൂടെയുള്ള വേറൊരു സ്വഹാബിയോട് പറയുകയാണ്, നമ്മൾ ഏതായിരുന്നാലും ഉഹദിലേക്കല്ലേ പോകുന്നത്, നമുക്കൊന്ന് ദുആ ചെയ്യാം. ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം, നിങ്ങൾ ദുആ ചെയ്യുമ്പോ ഞാനും ആമീൻ പറയാം. എന്താ, തയ്യാറാണോ എന്ന് കൂടെയുള്ള സ്വഹാബി അതേ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ആ ഉഹുദിന്റെ താഴ്വരയുടെ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്. രണ്ടുപേരും മാത്രമായി ദുആ ചെയ്യുകയാണ്. ആദ്യം ദുആ ചെയ്തത് കൂടെയുള്ള സ്വഹാബിയാണ്. കൂടെയുള്ള സ്വഹാബി എന്താണ് ദുആ ചെയ്തതെന്നറിയോ? അല്ലാഹു